നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ഇക്സോറ ഓർ തെച്ചി. നമ്മൾ ഇതിൻ്റെ പേരാണ് തെച്ചി എന്ന് പറയും. ചെറിയ ഇനത്തിൽപ്പെട്ട ചെറിയ ഇക്സോറ, അതായത് ചെറിയ പ്ലാന്റ്സ്, ചെറിയ ഇലയിൽപ്പെട്ടിട്ടുള്ള നമ്മുടെ ഒരു കുഞ്ഞ് ഷ്രബ്സ് പ്ലാന്റ്സാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വെക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായൊരു പ്ലാന്റ്സാണ്. ഇതുമല്ല, നമ്മളിത് എത്ര വേണമെങ്കിലും നല്ല രീതിയിൽ വളരും. കാരണം എത്രമാത്രം നമ്മൾ ഇതിന് വളം കിട്ടുന്നോ, മണ്ണിൻ്റെ ഫലഭൂഷ്ഠിത എത്ര കിട്ടുന്നോ അതനുസരിച്ച് ഇതിന് ധാരാളം ബ്രാഞ്ചസ് വരികയും ആ ബ്രാഞ്ചസിൻ്റെ അളവനുസരിച്ച് ബ്രാഞ്ചസ് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് പ്രൂണിങ് ചെയ്യണം. അതായത് പ്രൂണിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ജൂൺ ജൂലൈ മാസമാകുമ്പോൾ ഇതിൻ്റെ മണ്ടകളിങ്ങനെ കട്ട് ചെയ്ത് ഒരു അറിയാമല്ലോ, ഒരു ഫോർദുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു കത്രിക കിട്ടും. പ്രൂണിങ് നൈഫ് എന്ന് പറയും. അതെവിടെ കിട്ടുമെന്ന് വെച്ചാൽ നമ്മുടെ അഗ്രി ബസാർ അതിനോട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നമുക്ക് പ്രൂണിങ് നൈഫ് കിട്ടും. അപ്പോൾ ഈ ജൂൺ മാസം, അതായത് നന്നായി മഴ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മണ്ടകൾ, അതായത് പ്രൂണിങ് കൃത്യമായി നടത്തി കഴിഞ്ഞാൽ എത്ര നമ്മൾ പ്രൂണിങ് നടത്തുന്നു അതനുസരിച്ച് ഇത് പ്രൂണിങ് എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് പറഞ്ഞു തരാം. പ്രൂണിങ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇതിൻ്റെ ഈ വളരെ ബ്രാഞ്ചസ് മണ്ട കട്ട് ചെയ്ത് ഇങ്ങനെ വെട്ടിക്കൊടുക്കുന്നതിനാണ് നമ്മൾ പ്രൂണിങ് എന്ന് പറയുന്നത്. അതിന് വേണ്ടി ഒരു സ്പെഷ്യൽ നൈഫ് തന്നെ, ഒരു കത്തി തന്നെ നമുക്ക് കിട്ടും. അത് വെച്ചിട്ടാണ് ഇതിൻ്റെ പ്രൂണിങ് നടത്തേണ്ടത്. പ്രൂണിങ് നൈഫ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ അവർക്കറിയാം. നമ്മുടെ ഗാർഡൻ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രൂണിങ് നൈഫ് കിട്ടും. പ്രൂണിങ് എത്ര നടത്തുന്നോ അതനുസരിച്ച് ഇതിൻ്റെ ഫ്ലവറിങ്ങിൻ്റെ എണ്ണം വർദ്ധിക്കും. അപ്പം ബ്രാഞ്ചസിൻ്റെ എണ്ണം വർദ്ധിക്കും. അതിനുശേഷം പ്രൂണിങ് നടത്തിയതിന് ശേഷം എന്ത് ചെയ്യണം, നല്ല നമ്മൾ ഒരു വാട്ടർ സൊല്യൂബിൾ ഫെർട്ടിലൈസറായ 19-19-19 എന്ന് 5 ഗ്രാം ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതിന് നന്നായി തളിച്ച് കൊടുക്കണം. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ധാരാളം ബ്രാഞ്ചസ് വരികയും ഓരോ ബ്രാഞ്ചസിൻ്റെ എണ്ണം അനുസരിച്ച് ഫ്ലവറിങ്ങിൻ്റെ എണ്ണവും വർദ്ധിക്കും. അപ്പം നമ്മളെല്ലാവരും ഈ തെച്ചി നടുക, ഈ 19 ഒന്ന് പരീക്ഷിച്ച് നോക്കുക.